ഉമ്മൻ്റെ ബാഗിൽ ചോക്ലേറ്റ് ഉണ്ടോ? അതൊക്കെ നോക്കിക്കണ? ഏത് ബാഗിൽ ഉണ്ടോ? ഉണ്ടോ? എന്തി വേണ്ടി നീ? എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്? റോസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ആ പൂഞ്ഞിങ്ങാടിയല്ലേ? നിങ്ങടോ? എന്ത്? എന്താണ്? ചോക്ലേറ്റ് കണ്ടുപിടിച്ചാ? നീ എന്താ ഉറുമ്പോ ചോക്ലേറ്റ് കണ്ടുപിടിക്കാൻ? കുറച്ച് ദിവസമായിട്ട് റോയിമോളിൻ്റെ വീട്ടിലായിരുന്നു. അതാണ് റോയിമോളെ വീഡിയോസിലൊന്നും കാണാഞ്ഞത്. എന്ത് ചിരിയത്? മൊത്തം പൊടിയാണ്. ക്ലീനാക്കട്ടെ. ഞാൻ അടിച്ചു തരട്ടെ. മൂക്കുകളൊക്കെ എന്തേ പുറത്ത് വെച്ച് ഇവിടെ കിടന്നു. താത്തൻ മുമ്പിൽ കിടക്കാൻ പറ്റില്ല. താത്തൻ വന്നാൽ നിൽക്കാനേ മുമ്പ് എടുക്കാം. ഉമ്മ ഇവിടെ പൊടി ആയതുകൊണ്ട് ഉമ്മ കാക്കനെ വീട്ടിലാണ്. മക്കളെ ഉമ്മാൻ്റെ എവിടെയാണ് ചോക്ലേറ്റ് ഉള്ളത്? റൂഹി ഉണ്ടല്ലോ, ഒരു റൂമിൻ്റെ ഒക്കെ പോലെയാണ്. മണത്ത് കണ്ടുപിടിക്കും. എവിടെയാണ് ചോക്ലേറ്റ്? എവിടെയാണ് ചോക്ലേറ്റ് വെച്ചിരിക്കുന്നത്? അത് നോക്കി പറ. പിങ്ക് ബാഗ് എവിടെയാണ്? ഏത് റൂം? പപ്പ റൂമിൽ എവിടെയാണ്? ആ എവിടെയാണ് പിങ്ക് ബാഗ് വെച്ചിരിക്കുന്നത്? ഒക്കെ അവിടെ കണ്ടുപിടിക്കും. ഫെൽഫിൽ വെച്ചിരിക്കുന്നത്. ഒക്കെ കണ്ടുപിടിച്ചല്ലോ അല്ലേ? ഞാൻ കാണാതെ വെച്ചതായിരുന്നു. പക്ഷെ ഒന്ന് കണ്ടുപിടിച്ചു. പിങ്ക് ബാഗിൽ ചോക്ലേറ്റ് ഉണ്ടാകുമാരെ. അപ്പൊ പിങ്ക് ബാഗ് എവിടെയാണ്? പപ്പൻ്റെ റൂമിൽ ഫെൽഫിൽ ഉണ്ടാകാ പിങ്ക് ബാഗ്. എല്ലാം പോയി തപ്പു. ഇനിയിപ്പോ തപ്പു. അതവിടെ മാറ്റുന്നത്. ഞാൻ ഈ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം കേട്ടാ. അപ്പൊ വേണം. എന്റെ ബാഗ് മര്യാദക്ക് അതേപോലെ കൊണ്ടുവച്ചോണ്ടിട്ടാ. റൂഹി പൊക്കില്ലേ? എവിടെ? അല്ല ഒന്ന് എനിക്ക് കിട്ടോ? ഉമ്മാന്റെ ബാഗിൽ നിന്ന് ചോക്ലേറ്റ് എടുത്തിട്ട് ഉമ്മ കിട്ടോ? അവിടെ മൂത്താപ്പ ദുബായിൽ നിന്ന് കൊണ്ടുവന്നാണ് അല്ലേ? ആ പേപ്പർ ഒന്നും അവിടെ കളയാൻ പാടില്ല. ചോക്ലേറ്റ് അവിടെ ആവാൻ പാടില്ല. ഉമ്മക്ക് പ്ലീസ് ഉമ്മക്കൊരു പീസിട്ടാ. ഇല്ലട്ടാ. അവിടെ വേറെ കണ്ടിട്ടാണ് അവള് തന്നത്. ഹലോ പിങ്ക് ബാഗ് എവിടെ ഇങ്ങോട്ട്?
ആരെടുത്തെന്ന് ചോക്ലേറ്റ്? ആരെ ചോക്ലേറ്റ് എടുത്തെന്ന് റൂയിക്ക്? എന്നോട് ചോദിക്കാനാ നീ എടുത്തത്? നിന്റെ ബാഗിൽ നിന്ന് എടുക്കണമെങ്കിൽ എന്നോട് ചോദിക്കണ റൂഹി. ഓ ചോക്ലേറ്റിന് കൊതിച്ചാണ്. മതി ചുണ്ടില്ല ചോക്ലേറ്റ്. താഴെ വീണൊക്കെ എടുത്തോളി. എടുത്തോളി. പേപ്പർ എടുക്ക്. ക്ലീനാക്ക്. വേസ്റ്റ് ബില്ലിൽ കൊണ്ടിട്. ആദ്യം തന്നെ ശീലാക്കണം, അല്ലെങ്കിലേ പിന്നെ അത് ഫുള്ള് നിലത്തിട്ട് കളിക്കും. ആര് ഷുഗർ? അവർ മിഠായി കഴിക്കും. ഇന്നലത്തെ പൊതിൽ പറയണ്ടല്ലോ. ആൾക്ക് ഫുള്ള് വയറ്റിൽ നോക്ക് ഛർദി ഇതൊക്കെയാണ്. പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ട കണ്ടാൽ കഴിക്കാണ്ടിരിക്കില്ല. മതിട്ടാ ഇനി പിന്നെ ഓക്കെ. അല്ല ഇതിലിപ്പോൾ ഇനി എന്താ ഉള്ളത്? റൂഹിനെ എല്ലാവരും ചോദിക്കണ്ടായിരുന്നു റൂഹി മോൾ എവിടെയെന്ന്. ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞോളാ. പറ. ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞോളാ. എല്ലാവർക്കും സുഖമല്ലേ ചോദിച്ചേക്ക്? ഇങ്ങോട്ട് ആ പറ ചോദിക്കേ. റൂഹിന് ഇഷ്ടമാണോ ചോദിച്ചേക്കാ? ആർക്ക്? റൂഹി ചോക്ലേറ്റ് ബെഡ് വന്ന് തിന്നണ്ട. അപ്പോ പുറത്തു പോ. മതിട്ടാ. പൊരി. റൂഹി ഇനി എടുക്കരുത്. ഇനി എൻ്റെ ബാഗ് നോക്കിയാൽ നിന്ന് കിട്ടും. വാ ഡോറൊക്കെ തുറന്നിട്ടിട്ട് ഇതിലൊക്കെ പോയിരിക്കുന്നതാ. ഇനി നമ്മളെ പണി എന്താണെന്നുള്ളത് കാണിച്ചു കേട്ടോ. ഇന്നത്തെ പണി കിച്ചണിലാണ്. ഫസ്റ്റ് കിച്ചണിലാണ്. അല്ല, ഹൗസ് വാമിങ് കഴിഞ്ഞ വീട്ടിലാണ് ഈ പണികളൊക്കെ കാണിച്ചു തരാം. നമ്മളെ കോട്ട്സ് പോളിഷ് ചെയ്യാനുണ്ട്. അതിൻ്റെ വർക്ക്സാണ്. ഇതൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് കവർ ചെയ്തിട്ടുണ്ട്. അതിനാണാവും. അയ്യോ വയ്യ. ഇതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനാവും. ഇവിടെ ഇതൊക്കെയാണ് പണി. വൺ സെക്കൻഡ്. ഇതെന്താ? മേലെ ഇതില്ല കാർപോർച്ചിന്റെ മേലെ കുറച്ച് കൂളിംഗ് ഡേയ്സ് ബാക്കിയുണ്ട്. അപ്പോൾ സ്ലോപ്പ് അവിടെ നിന്ന് ഇങ്ങനെയാണ്. അപ്പോൾ അത് സ്ലോപ്പ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവിടെ വെള്ളം നിൽക്കില്ല. നല്ല വൃത്തി നന്നാ തണുപ്പ് വരും അകത്തോട്ട്. ഓക്കെ ഇവിടെ പോയോ? അല്ല മറ്റുള്ള ഇവിടെ ഒരാളും കൂടി ഇല്ലേ നിങ്ങളിവിടെ? അതെ അഖിൽ വന്നില്ല. ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. കുടിക്കാനോ? ഞാനിപ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ ആലോചിക്കുകയാണ്. എന്താ ചെയ്യണേ? കഞ്ഞിയാ എനിക്കുള്ള കഞ്ഞി. ഞാൻ ചോറുണ്ടാക്കുള്ളൂ. എന്താ ഇപ്പൊ കൗണ്ടിമല്ലേ ടേബിൾ മേല്? കാണുന്നവർ വിചാരിക്കും ഞാനിപ്പോൾ പത്രം വായിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുക. ഇത് നമ്മൾ ഐഷാസ് കാർട്ടിലെ പ്രോഡക്റ്റാണ് കേട്ടോ. ഇത്
റേഡിയോ കം USB സ്പീക്കറും കൂടിയാണ്. ഞാനിത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സൗണ്ട് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ഇതുവരെ പാട്ടുണ്ട്. 7 and A57 1225 രൂപയിൽ ആരംഭിക്കുന്ന 24 മാസത്തെ EMI-യോടെ ഇന്ന് തന്നെ റേഡിയോ ഒക്കെ പണ്ട് യൂസ് ചെയ്തവർക്ക് ഇപ്പൊ മിസ് ആവുന്നുണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ ഡെക്കോർ പീസ് ആക്കിയിട്ട് വെക്കാനും നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഇതുവരെ പാട്ടുണ്ടായിരുന്നു കേട്ടോ അതില്. ഇപ്പൊ പാട്ട് കേൾക്കുന്നില്ല. നമുക്ക് സൗണ്ട് ഇതിൽ കൊടുക്കാൻ പറ്റില്ല, വോയിസ് പാട്ടിൻ്റെത്. അപ്പോൾ ഇതുപോലത്തെ വേറൊരു പ്രൊഡക്റ്റും കൂടി ഉണ്ട്. ഇതിൻ്റെ സെയിം തോന്നുന്ന ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഐഷാസ് കാർട്ടിലെ പ്രോഡക്റ്റാണ്. വേണ്ടവർക്ക് ഞാനിവിടെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഡെക്കോർ പീസായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഹൗസ് വാമിങ്ങിന് അന്നൊരു ഡെക്കോർ പീസായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഇപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് റേഡിയോ കം USB സ്പീക്കറാണ്. അപ്പം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. USB കണക്ട് ചെയ്യാനുള്ളതും പിന്നെ ചാർജ് ചെയ്യാനുള്ളതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വേണ്ടവർക്ക് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോ എടുക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു യൂട്യൂബിലൊന്ന് കൊടുക്കാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിലോ. ഓക്കെ, വേണ്ടവർ നമ്പർ കോൺടാക്ട് ചെയ്യാം. നമ്മൾ വൈറ്റ് കിച്ചൺ ഉണ്ടല്ലോ, അതിൽ കോട്ട്സ് ഉണ്ടല്ലോ. ആ കോട്ട്സിൻ്റെ കുറേ നെഗറ്റീവ്സും പോസിറ്റീവ്സൊക്കെ നമ്മൾ ലാസ്റ്റ് ഒരു 1-2 മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചളി പിടിക്കും, കറ പിടിക്കുന്നൊക്കെ ശരി തന്നെയാണ്. നല്ല സൂക്ഷിച്ച് ഉപയോഗിക്കണം വൈറ്റ് കിച്ചണ്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കിച്ചണ് ഫസ്റ്റ് ആക്കിയതും രണ്ടാമത്തേത് വർക്ക് ഏരിയ കിച്ചണിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് വെച്ചതും. സത്യം പറയുകയാണെങ്കിൽ ബ്ലാക്ക് ഗ്രാനൈറ്റും വൈറ്റും തമ്മിൽ നല്ല ഡിഫറെൻ്റ് തന്നെയാണ്. നമുക്ക് ഈസി ടു യൂസ് ഗ്രാനൈറ്റ് ആണ്, പക്ഷേ വൈറ്റിനൊരു പ്രത്യേക ഒരു ഭംഗിയല്ലേ, അതും കോട്ട്സും കൂടി ആകുമ്പോൾ. അപ്പോൾ കോട്ട്സാണ് നമ്മളിവിടെ വൈറ്റ് കിച്ചണിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പോളിഷിങ് നമ്മൾ ഹൗസ് വാമിങ്ങിന് അന്ന് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ഫിനിഷിങ് ഉണ്ടായിരുന്നില്ല. ഞാനൊന്ന് കാണിച്ചു തരാം അത് പോളിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. ഈ ഭാഗം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, ഇവിടെ കുറച്ചൊരു ഹാർഡാണ്. ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ലൈറ്റ് ഇതന്നെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഭാഗമല്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ലൈൻ കണ്ടോ, ഇവിടെ ഇതാണ് പോളിഷ് ചെയ്തതും പോളിഷ് ചെയ്യാത്തതും. ഈ ലൈനിലാണ് പോളിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയാണ്, എപ്പോഴും ചെയ്താൽ മതി. അപ്പം അഥവാ ഇനി കറ പിടിക്കുകയാണെങ്കിൽ അങ്ങനെ പോളിഷ് ചെയ്താലും മതിയാവും. ഇവിടെ കണ്ടോ കറ, ഇതുപോലെയായിരുന്നു ഇവിടെ. അപ്പം ഇവിടുത്തത് ചെയ്തപ്പോൾ പോയി, ഇവിടെ ചെയ്തിട്ടില്ല. പക്ഷേ ഇതാണ് ഡിഫറൻസ്. നമ്മളെ കിച്ചൺ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ള കിച്ചണാണ് ഇപ്പോഴത്. വൃത്തിയാക്കിയെടുക്കാനുള്ള ഒരു പാട്. പോളിഷ് ചെയ്യുന്നതിന് കാണിച്ചു തരാം. അപ്പോൾ ഈ കോട്ട്സ് ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ആ സൗണ്ട് കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കോട്ട്സ് ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ഇനിയിപ്പം മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും കറൊക്കെ ആയാൽ ഇതുപോലെ എനിക്ക് പോളിഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കറ ആവുന്നുള്ളത് ഉറപ്പാണ്, പക്ഷേ നമുക്ക് ഒരു കുറച്ച് എപ്പോഴും ചെയ്യണം എന്നല്ല, എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കോട്ട്സിന് കേട്ടോ. അത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ആ റിസ്ക് എടുത്തത് കേട്ടോ. പിന്നെ ഭംഗിയല്ല അതും കൂടി. അപ്പം ഇന്നിപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം. കാക്കൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. ഞാനും മക്കളും ഇനിയിപ്പം ബ്രെഡും മുട്ട എന്തെങ്കിലും കഴിക്കണം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ വയ്യ, അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ചായ ഉണ്ടാക്കണം. ഒക്കെ അലമ്പായി കഴിക്കണുണ്ടോ. എന്ത് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയ ഇതാണ്. നമ്മൾ പലരും പറയാറുണ്ടല്ലോ, നമ്മൾ വീട് പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു പണി എടുപ്പിക്കരുത്. ഈ ആളെ കൊണ്ടാണ് ഇങ്ങനെ വന്നത്. വേഗം കുടിയിരിക്കണം, വേഗം ഡേറ്റ് ഫിക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കൊക്കെ കീമോക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ
കീമോൻ്റെ മരുന്ന് എത്തിയിട്ടില്ല ഇക്കാണ്ടത്, അതുകൊണ്ട് ഇപ്പം ഡിലേ ആയി. ഇപ്പോഴും കീമോ എത്തിയിട്ടില്ല. നോക്കി കീമോൻ്റെ കാര്യം വരുമ്പോൾ വേഗം ഓടി രക്ഷപ്പെടും ആള്. അവിടെ പാട്ട് പാടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അവസാനം ഞാനിത് കട്ട് ചെയ്തു കേട്ടോ. കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യത്തിൽ പാട്ടൊക്കെ പാടും, എന്നിട്ട് പിന്നെ പറയും വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ പാട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സവോള സാധാരണ നല്ല ഭംഗിയിൽ മുറിക്കുന്നതാണ്. ഇന്നെന്തോ ശരിയാവുന്നില്ല, കുറേ ദിവസമായി പച്ച വിട്ടിട്ട് തോന്നി. എന്താ അവന് ഫ്രിഡ്ജിൽ വെച്ച് സവോള ഇട്ടണോ? എന്താ മുറിച്ചോളി അല്ല, പിന്നെ വേർപ്പിൻ്റെ അസുഖമുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ പിന്നെ തീരും പറ്റില്ല സവാള. എന്ത് എന്ത് പകല്? അത് ഞാൻ ചായപ്പൊടിത്തെ സ്പൂണോടെ ചായപ്പൊടിയുടെ സ്പൂണോടെ ഉണ്ട് ഉണ്ട് ഉണ്ട്. നേരത്തെ എന്തിനോ ആവശ്യത്തിന് എടുത്തിരുന്നത്. നിങ്ങളിത് എടുത്തിട്ട് നിങ്ങൾ വേറെ എടുത്തിരുന്നു. ഇതിലെ സ്പൂണ് കാണാണ്ടായാലും നിങ്ങളെ തന്നെ പറയുള്ളൂ. കടുപ്പം വേണ്ടേ? സ്ട്രോങ് വേണ്ട. ഈച്ചയും ഉറുമ്പൊക്കെ ഉണ്ട് ഇവിടെ, അതിനൊക്കെ തുരത്താനുണ്ട്. ഇക്കാക്ക് ഇവിടെ ഈച്ചിനെ ആട്ടാൻ പാടില്ല, ഉറുമ്പിനെ ആട്ടാൻ പാടില്ല, ഉറുമ്പിനെ കൊല്ലാൻ പാടില്ല. ഭയങ്കര ഇതാണ്. എന്നാലോ ഇത് കാണുമ്പോൾ അത് ഇതെന്ന് പറയും ചെയ്യും. മുളക് നിങ്ങൾ കഴിക്കുന്നുണ്ടോ? ഇത് ഓംലെറ്റ്, ബ്രെഡ് ഓംലെറ്റ്. എന്നാൽ മുളക് ഇടട്ടെ? ചായ സ്ട്രോങ് ആണെങ്കിൽ അങ്ങനെ വേണം. ഓഫായി കളിന്ന നല്ല വിശക്കണുണ്ട്. ആ മുട്ട ഒന്ന് ബീറ്റ് ചെയ്യോ? താങ്ക് യു. ഞാൻ വിചാരിച്ചില്ല ഞങ്ങൾ ചെയ്യുന്നു. ഞാൻ വിചാരിച്ചില്ല ഞങ്ങൾ ചെയ്യുന്നു. പ്ലീസ് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുത്താൽ മുട്ട ബീറ്റ് ചെയ്യില്ല. അതാ അപ്പം വേണ്ട. എന്താണ് എൻ്റെ ഫ്ലെയിം കത്താത്തത്? ഇതൊക്കെ ഓക്കെ. ആ കത്തി കത്തി. നിങ്ങൾ വന്നപ്പോൾ കണ്ട നിങ്ങളെ വിളിച്ചിട്ടുള്ളൂ, അപ്പോൾ ഇങ്ങനെ കത്തി. ചെറുതായിട്ടൊരു വീഡിയോ കേട്ടോ, ചെറിയൊരു വീഡിയോ എടുക്കണ്ടേ. നിങ്ങള് ഇനിയിപ്പോ എന്നും നിങ്ങളെ കത്തിക്കേണ്ടി വരുമോ? ആ തോട് ഇടരുതിട്ടാ. ചെറിയ കയ്യിലൊന്നും കിട്ടിയില്ലേ മുട്ട പൊട്ടിക്കാൻ? ഏയ് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പൊട്ടിക്കണം, അതറിയില്ല. ഇപ്പം നിർത്തിയില്ലേ കുറേ നേരം. ഞാൻ ചായ ഒന്നും അങ്ങനെ ആക്കട്ടെ കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ ചായ ഉണ്ടാക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഏഷ് കണ്ട എന്താ കളർ, മാഷാ അല്ലാഹ്. ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. ചായ ഇങ്ങനെ ആറ്റി അതിൽ പത വന്നാലാണ് ആ ചായക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് അരിപ്പയിൽ കൂടെ അരിക്കാനും പാടില്ല കേട്ടോ. കുറച്ച് സ്ട്രോങ് വേണം. ആ ബ്രെഡ്
ഉപ്പും പാത്രത്തിൽ സ്പൂൺ വെച്ചിട്ട് സ്പൂണ് വളഞ്ഞെന്നൊക്കെ എന്താണ് ഉപ്പിലിട്ട മാങ്ങ പോലെ എന്ന് പറയില്ലേ, ഉപ്പിലിട്ടാൽ എല്ലതും കേടാവുമെന്ന് പറഞ്ഞേക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണൊന്നും ഉപ്പ് പാത്രത്തിൽ ഇടാൻ പാടില്ല. ഓക്കെ. അല്ല അതെ അതെ, നിങ്ങൾ വീഡിയോ എടുത്താൽ മതി. എണ്ണ ഇച്ചിരി കൂടി പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. കൂടി, അത് ഞാൻ ഒഴിച്ചപ്പോൾ കൂടിയതാണ്. അല്ല ചട്ടക എവിടെ? നല്ലപോലൊക്കെ വരുമോന്നാവും കേട്ടോ. നല്ലപോലെ വരുമോന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നല്ലപോലെ വരും, ഇല്ലെങ്കിലോ നല്ലപോലെ വരില്ല. വന്നു. മൈനസ് ഒന്നും വേണ്ടല്ലോ. ആ മൈനസ് ഇല്ല. ടൊമാറ്റോ കെച്ചപ്പ് വേണോ? നിങ്ങൾക്കില്ല, ഇവർക്ക് അല്ല, അവർക്ക് മറ്റവർക്ക്. ഓക്കെ. ബ്രെഡ് ഓംലെറ്റ് റെഡി. ഓ ആ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബൈ.